ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പഴയ നിയമത്തിലെ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലെ 6-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നു: കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. മഴ പെയ്യുകയാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഏലിയ ദീർഘദർശിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വചനങ്ങളാണിത്. വിഗ്രഹാരാധനയിൽ ആണ്ടുപോയ രാജാവിനും ജനത്തിനും അവരെ വിഗ്രഹാരാധനയ്ക്ക് നയിച്ച ബാലിൻ്റെ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും എതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ അഗ്നി പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ ജീവിതത്തിൽ 3 തവണ പ്രത്യക്ഷപ്പെടുന്ന അപ്പത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം വളരെ ശ്രദ്ധേയമായിരുന്നു. അതാണ് ഞാൻ വായിച്ചത്. നമ്മളൊന്ന് കണ്ടു നോക്കിയാൽ മതി. മനസ്സിൽ നമ്മളിങ്ങനെ എവിടെ ഒളിച്ചിരിക്കുന്നു. കറക്റ്റ് ടൈമിൽ കാക്കകൾ അപ്പം കറി കൊണ്ടുവരുന്നു, നമ്മൾ സുഖമായിട്ട് കഴിക്കുന്നു, വീണ്ടും കിടന്നുറങ്ങുന്നു. അത് ആ ഒരു അവസ്ഥ ദൈവം തൻ്റെ മക്കളെ അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ എത്രമാത്രം കരുതലോടെ ഉണ്ടെന്ന് നമുക്ക് വചനം പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രവാചകൻ പറയാണ്, ഇനി ഞാൻ പറഞ്ഞാലല്ലാതെ ഈ ദേശത്തെ മഴ പെയ്യില്ല എന്ന ദൈവിക അരുളപ്പാട് ആഹാബ് രാജാവിനെ അറിയിച്ചതിന് ശേഷം ഏലിയ കെരീത്ത് അരുവിക്ക് സമീപം താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു. ദേശത്ത് വരൾച്ച രൂക്ഷമായി അരുവികൾ വറ്റി. അപ്പോൾ ദൈവം നൽകിയ നിർദ്ദേശമനുസരിച്ച് ഏലിയ സപ്തായിലെ വിധവയായ ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് പാർത്തു. അവൾ കൊടുത്ത അപ്പം ഭക്ഷിച്ചു. അതിനും കുറച്ച് കഥകളുണ്ട്, ഞാൻ പറയുന്നില്ല. ഭക്ഷിച്ചു. ദൈവിക പരിപാലനയാൽ കലത്തിലെ മാവ് തീർന്നു പോയില്ല. ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. ആദ്യം ചോദിച്ചപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായാലും ഏലിയായുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ചെറിയൊരു ഗ്രഹിച്ചപ്പോൾ സ്ത്രീ അവരുടെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഒന്നും ഉണ്ടാക്കാനുള്ള അവസ്ഥയുമില്ല. ഒരു കൊച്ചപ്പം എനിക്ക് തന്നാലും മതി, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കേട്ടപ്പോൾ കൊടുത്തു. പക്ഷേ പിന്നെയാണ് മനസ്സിലാവുന്നത്. എന്ത് മനസ്സിലായി? ഒരിക്കലും എന്തും സംഭവിച്ചില്ല. കലത്തിലെ ഒരിക്കലും തീർന്നു പോയില്ല. ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. ഓരോ ദിവസവും മുടങ്ങാതെ ദൈവം നൽകുന്ന ഈ അപ്പം നിത്യജീവന്റെ അപ്പത്തിനെ സൂചിപ്പിക്കുന്നവർ പ്രതീകമായി കരുതാനാവും എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ഇവയേക്കാൾ പ്രാധാന്യപ്പെട്ടതാണ് മരുഭൂമിയിൽ വെച്ച് ഏലിയയ്ക്ക് ലഭിച്ച അപ്പം. കാർമൽ മലയിലെ ബലിയർപ്പണത്തിനെ തുടർന്ന് ബാലിൻ്റെ പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും കൂട്ടക്കുരുതി നടത്തിയ ഏലിയയ്ക്കെതിരെ രാജ്ഞി ജസ്ബിൽ വധഭീഷണം മുഴക്കി. നാളെ ഈ നേരത്തിന് മുമ്പ് നിന്റെ ജീവനെ ഈ പ്രവാചകന്മാരിൽ ഒരുവിൻ്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതിനപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഭയന്ന് വിറച്ച ഏലിയ ജീവരക്ഷാർത്ഥം ഒളിച്ചോടി ഷെർബായിൽ വെച്ച് ഭൃത്തിനെ തിരിച്ചയച്ചു. തുടർന്ന് മരുഭൂമിയിലൂടെ തനിച്ച് നടന്നു. ഒരുപാട് കഷ്ടപ്പാടുകളാണ്. തനിച്ച് നടന്നു. അവസാനം തളർന്ന് ഒരു വാടാമുളർച്ചെടിയുടെ തണലിൽ ഇരുന്നു. കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളൊന്നും വലിയ മെച്ചമൊന്നുമല്ല.
അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. അത്രയും ക്ഷീണമായി, ഒന്നും ഭക്ഷണമില്ല, ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഏലി അവിടെ മരുഭൂമിയിൽ നമുക്കറിയാം, കണ്ടുള്ളവർക്കൊക്കെ അറിയാം, മരങ്ങളൊന്നുമില്ല, പക്ഷെ അവിടെ ഇവിടെ എന്തോ ഒരു ജലം ഇല്ലാതെ തന്നെ ചില ചെടികൾക്ക് വളരാൻ സാധിക്കും. ആ ഉണ്ടാവുന്ന കാലത്ത് ജലം ശേഖരിച്ച് അവർ പച്ചപ്പ് ഉണ്ടാവും മരുഭൂമിയിൽ. അതുപോലത്തെ ഒരു ചെടിയാണ് ഇവിടെയും വളർന്ന് പറഞ്ഞത്. അതാണ് ഒരു വാടാർ മുൾച്ചെടിയുടെ തണലിലിരുന്നു. കർത്താവേ, മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമില്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. ആകെ തകർന്ന് നിരാശയിൽ ആണ്ടുപോകുന്ന പ്രവാചകൻ ജീവിതം മുഴുവൻ ദൈവത്തോട് പരിപൂർണ വിശ്വസ്തത പുലർത്തി അനുസരിച്ചു, ഇതുവരെ പിടിച്ചു നിന്നു. എന്നാൽ ഇനി വയ്യ, ജസ്ബലിൻ്റെ കയ്യിൽ മരിക്കാൻ ഇഷ്ടമില്ല, ആത്മഹത്യ ചെയ്യാനായിട്ട് താല്പര്യവുമില്ല. അതിനാൽ ദൈവം തൻ്റെ ജീവനെ എടുക്കണം. ഇതാണ് ധീരതയുടെ ആൾ രൂപമായിരുന്ന അഗ്നിപ്രവാചകന്റെ വിലാപം. ചെറിയ ഒരു 10 എന്താ പറയുക, എന്തെങ്കിലും കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ആത്മഹത്യകൾ ചെയ്യുന്ന, അതിലേക്കും കൂടി ഇത് വിരൽ ചൂണ്ടുകയാണ്. എത്രമാത്രം പ്രശ്നങ്ങളാണ് ഓരോ വ്യക്തികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പക്ഷേ തളരുന്നില്ല. ദൈവം പ്രാർത്ഥന കേട്ടു, എന്നാൽ ജീവൻ എടുക്കുകയല്ല, കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം മാത്രമല്ല, പുതിയൊരു ദൗത്യവും അത് നിർവഹിക്കാൻ ആവശ്യമായ കരുത്തും നൽകി. ഉറങ്ങിക്കിടന്ന എലിയായെ കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി. എണീറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും കണ്ടു. തിന്നു കുടിച്ചു, വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി. എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തി. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 19-ാം അധ്യായത്തിലെ 5 മുതൽ 8 വരെയുള്ള വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 19-ലെ 5-ാം അധ്യായത്തില് അല്ലേ? അപ്പോൾ വചനങ്ങളെ നമുക്ക് ഒന്നും തന്നെ വ്യർത്ഥമല്ല, എല്ലാം കറക്റ്റായിട്ട് വരും എന്നുള്ളതാണ്. ജീവിതയാത്രയിൽ താഴ്ന്നു പോകുന്നവർക്ക് ശക്തി, നിരാശയിൽപ്പെട്ടവർക്ക് പ്രത്യാശ, മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുന്നു. അപ്പം അതാണ് ഏലിയായ്ക്ക് കിട്ടിയ പതയം അഥവാ വഴിച്ചോറ്. അത് ദൈവം തരാനിരുന്ന യഥാർത്ഥ പാതേയമായ വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിരുന്നു. എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും എന്ന് കർത്താവിൻ്റെ ദൂതൻ ഏലിയായോട് പറഞ്ഞത് ഇന്ന് നാം ഓരോരുത്തരോടും യേശു പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 67 പറയാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പം തിന്ന് ശക്തിയാർജിച്ച ഏലിയ ഹോറേബിലെത്തി. അവിടെ ഒരു ഗുഹയിൽ ഒളിച്ചിരുന്നു. സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ മലമുകളിലെ ഗുഹയിൽ ഒളിച്ചിരുന്നു. ജ്വലിച്ച ഏലിയായെ ദൈവം വീണ്ടും വിളിച്ചു, ശക്തിപ്പെടുത്തി. മല തകർത്ത കൊടുങ്കാറ്റുകളിലും ഭൂമികുലുക്കത്തിലും സകലതും ചുട്ടുചാമ്പലാകുന്ന അഗ്നിപ്രവാഹത്തിലും കണ്ടെത്താൻ കഴിയാത്ത കർത്താവിൻ്റെ സാന്നിധ്യം മന്ദഭാരതത്തിൻ്റെ നിശബ്ദതയിലെ, വലിയ കൊടുങ്കാറ്റിലൊന്നല്ല ദൈവം വന്നത്, നിശബ്ദതയിലെ, ശാന്തതയിലെ ഒരു മന്ദഭാരതത്തിൻ്റെ നിശബ്ദയിൽ തിരിച്ചറിഞ്ഞ ഏലിയ എണീറ്റ് ഗുഹാമുഖത്ത് നിന്ന് വന്ന് നോക്കി. നിശബ്ദയിൽ തിരിച്ചറിഞ്ഞ ഏലിയ എണീറ്റ് ഗൃഹമുഖത്ത് വന്നു നിന്നു. അവിടെ വെച്ച് വീണ്ടും പുതിയ ദൗത്യം. സ്വന്തം രാജ്യമായ ഇസ്രയേലിലും അയൽ രാജ്യമായ സിറിയയിലും പുതിയ രാജ്യക്കാരന്മാരെ അഭിഷേകം ചെയ്യേണ്ട ഡ്യൂട്ടി നിനക്കുണ്ട്. ഉടൻ പുറപ്പെടുക. അങ്ങനെ കലാപത്തിന് തീ കൊളുത്തുക,
തൻ്റെ ദൗത്യം തുടരാനായി ഏലീഷായെ പ്രവാചകനായി അഭിഷേകം ചെയ്യുക. അങ്ങനെ കുറച്ച് ഡ്യൂട്ടികളാണ് ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുത്താൽ അതേ ഓരോരുത്തർക്കും ഒരുപാട് ഡ്യൂട്ടി ചെയ്യണം. അന്നന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി, ഇന്ന് നീ ഇത് ചെയ്യണം, നാളെ അത് ചെയ്യണം, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. ഇന്നും അതിനെയാണ് തുടരുന്നത്. പക്ഷെ ഒരുപക്ഷെ മാലാഖ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് വരും, പക്ഷെ വ്യക്തമായിട്ട് അവൻ നിർദ്ദേശം തന്നിരിക്കും. ഇന്നും അനുഭവത്തിന് വെളിച്ചത്തില്ല. കാരണം പലതും നമ്മൾ വിചാരിക്കാം അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പലതും പറയാൻ പറ്റും. പക്ഷെ ദൈവത്തിന് തിരുമുമ്പിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരൂപിയാൽ നിറഞ്ഞിട്ട് പലരും പല വിധത്തിലായിട്ട് തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനങ്ങൾക്ക് പുറകെ പോകുമ്പോൾ പലരും അവരെ വിളിക്കുന്ന വ്യക്തിന് മണ്ടന്മാർ. പക്ഷേ അവർ മണ്ടന്മാരല്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ദൈവകൽപ്പന ശിരസ്സെ വഹിക്കുന്നവരാണെങ്കിൽ അത് ആത്മീയനായിട്ടെ, സഭയിലെ പിതാക്കന്മാരായിക്കോട്ടെ, അച്ഛന്മാരായിട്ട് ആരായിക്കൊള്ളട്ടെ, എല്ലാം ഒന്നും പ്രത്യേകതയൊന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ വചനം പ്രവർത്തികമാക്കാനായിട്ട് ദൈവം എന്നെയോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി കേട്ടുകൊണ്ട് അതിന് പ്രത്യുത്തരം നൽകിയിട്ട് ആ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നവരെ ദൈവം തീർച്ചയായിട്ടും സംരക്ഷിച്ചിരിക്കും. അപ്പോൾ ആ നിശബ്ദതയിൽ ദൈവത്തിൻ്റെ ശബ്ദം ഏലിയ തിരിച്ചറിഞ്ഞു. ഏലിയ എണീറ്റ് ഗോമുഖത്തിന് വന്നു നിന്നു. അവിടെ വെച്ച് വീണ്ടും ദൗത്യം സ്വന്തം രാജ്യമായ ഇസ്രായേലിലും അയൽ രാജ്യമായ സിറിയയിലും പുതിയ രാജാക്കന്മാരെ നീ അഭിഷേകം ചെയ്യണം. അങ്ങനെ കലാപത്തിന് നീ തീ കൊളുത്തുക. തൻ്റെ ദൗത്യം തുടരാനായി ഏലീഷായെ അഭിഷേകം ചെയ്യുക. വഴിച്ചോറായി മരുഭൂമിയിൽ നിന്ന് സ്വീകരിച്ച അപ്പത്തിൻ്റെ ശക്തി അവനെ സമൂലമായ ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ കരുവാക്കി മാറ്റുന്നു. സത്യദൈവത്തെ ത്യജിച്ച് വിഗ്രഹാരാധനയിലേക്ക് പ്രേരിപ്പിക്കുന്ന രാജീയ ശക്തികളുടെ പ്രതീകങ്ങളായ ജസ്ബലിനെയും ആഹാബിനെയും ഭയന്ന് മരുഭൂമിയിൽ അലിഞ്ഞു തീരാനുള്ളതല്ല നിന്റെ ജീവിതം. എണീറ്റ് ഭക്ഷിക്കണം, യാത്ര തുടരണം, ശക്തി ആർജിക്കണം, ദൈവത്തിനും അവിടുത്തെ രാജ്യത്തിനും വേണ്ടി ശബ്ദമുയർത്തണം. അനീതിയിൽ അടിയുറച്ച സിംഹാസനങ്ങളെ തകിടം മറിക്കണം. സത്യത്തിൽ വസിക്കുന്ന സിംഹാസനം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അസത്യത്തിൽ വസിക്കുന്ന, തെറ്റിൽ ആവസിക്കുന്ന സിംഹാസനങ്ങളെ മറിച്ചിടാൻ സാധിക്കും. കാരണം അവർക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ദൈവത്തിനും അവിടുത്തെ രാജ്യത്തിനും വേണ്ടി നീ എന്ത് ചെയ്യണം? ശബ്ദമുയർത്തണം. അനീതിയിൽ അടിമുറം പുതിയൊരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കണം. പുതിയൊരു സമൂഹം, പുതിയൊരു ജീവിതശൈലി, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന് സന്തോഷമുള്ള ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരണം. റോമക്കാർക്കിടെ ലേഖനത്തിലെ 14-17 പൗലോസിൻ്റെ വാചനങ്ങൾ ഇവിടെ വീണ്ടും അനുസ്മരിക്കുകയാണ്. ദൈവരാജ്യം ഈ ഭൂമിയിൽ യഥാർത്ഥമാകുന്നതിന് വേണ്ടി അഹോരാത്രം നീ അധ്വാനിക്കണം. അതാണ് ഏലിയയ്ക്ക് ലഭിച്ച പതയം. വിരൽ ചൂണ്ടിയ യഥാർത്ഥ അപ്പമായ യേശു നൽകുന്ന സന്ദേശവും ദൗത്യവും ശക്തിയും. അപ്പോൾ ഒന്ന് ആ ഏലിയ പ്രവാചകനുണ്ടായിരുന്ന അവസ്ഥകളിലേക്ക് നിന്ന് കണ്ണോടിക്കുക. കാരണം രാജ്യത്തിനെ ആ വിഗ്രഹാരാധനയിൽ ആയിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ അതിനെതിരായിട്ട് പ്രസംഗിച്ചു. വ്യക്തമായിട്ട് അതിലെപ്പെട്ട രാജാവിനെയും രാജ്ഞിയെയും മറ്റുള്ളവർ വ്യക്തികളെല്ലാം അദ്ദേഹം സത്യമല്ല ചെയ്യുന്നത് എന്നുള്ള സത്യം, ഇത് പാടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു ദൈവത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ആപത്തായി ഓടുകയാണ്. അങ്ങനെ എവിടെയെല്ലാം ഇരുന്നാലും ദൈവത്തിൻ്റെ ആ സംരക്ഷണകരം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശന്ന് വരുന്നപ്പോൾ കാക്കകൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാക്കകൾ അരുവിയിൽ വെള്ളം കുടിക്കുക, പിന്നെ കിടന്നുറങ്ങുക, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നേരത്ത് കാക്കകൾ ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടായി
ഒരു വിധവയുടെ വീട്ടിലേക്ക് അയച്ചു. അവിടെയും ഭക്ഷണത്തിനൊന്നും പ്രശ്നം ഉണ്ടായില്ല. അവർ ദരിദ്രയായ ഒരു സ്ത്രീ ആയിരുന്നു, ഒന്നുമില്ല. പക്ഷേ അവർക്ക് എന്തോ ഇത് പ്രവാചകനിൽ എന്തോ ഒരു പ്രത്യേകത ദർശിക്കാൻ സാധിച്ചു, ഉണ്ടാക്കി കൊടുത്തു. പിന്നെ എന്തുണ്ടായി? മാവിൽ ഒരിക്കലും ദൈവിക പരിപാലനയിൽ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയതുമില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം വ്യക്തമായി 17:16 ഒരിക്കലും വറ്റിയില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാവർക്കും പുതുജീവൻ നൽകുന്നവനാണ് ദൈവം. പക്ഷേ നമ്മുടെ ജീവിത യാത്രയിൽ തളർന്നു പോകുന്നവർക്ക് ശക്തി, നിരാശയിൽപ്പെട്ടവർക്ക് പ്രത്യാശ, മരിക്കാൻ ആഗ്രഹം നിൽക്കുന്നവർക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുന്ന അപ്പം. അതാണ് ഏലിയായുടെ പദയം. ദൈവം തരാനിരിക്കുന്ന യഥാർത്ഥ പദമായ പരിശുദ്ധ പ്രതീകമായിരുന്നു അത്. പ്രിയമുള്ളവരെ, തിരുവചനത്തിനെ സ്നേഹിക്കുക, തിരുവചനത്തെ മുറുകെ പിടിക്കുക. അനീതിക്കെതിരെ ശക്തി വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾക്കനുസൃതമായി ജീവിക്കുക. മറ്റൊന്നും ഇതിനേക്കാളും മുകളിൽ ഒന്നുമില്ല. വചനത്തെ മുറുകെ പിടിക്കുക, വചനത്തിനെ സ്നേഹിക്കുക, വചനത്തെ ഭക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം വചനമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കട്ടെ. വചനമല്ല ബന്ധപ്പെട്ടത്, എനിക്ക് അവരും ഇവരും പറയുന്ന കാര്യങ്ങളാണ് ബന്ധപ്പെട്ടതെന്ന് ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളിക്കളയുക. കാരണം നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവരല്ല. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശുവാണ് എനിക്ക് എല്ലാതും, എന്നെ ദൈവമാണ് എനിക്ക് സ്വർഗരാജ്യം കരസ്ഥമാക്കി തരാൻ പോകുന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ സാക്രിഫൈസസ് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എല്ലാവിടെയും ദൈവത്തിൻ്റെ ഒരു വലിയൊരു കരുണ, വലിയൊരു സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുക. അതാണ് ഏലിയ പ്രവാചകനിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. യേശുവെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു, അങ്ങയുടെ സംരക്ഷണ വലയത്തിലായിരിക്കുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഏലിയ പ്രവാചകൻ കൊടുത്ത സംരക്ഷണം പോലെ നിന്റെ തിരുവചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനായിട്ട് കർത്താവെ, ഞങ്ങളെവിടെ കടന്നു ചെന്നാലും, ഏത് മരുഭൂമിയിൽ ചെന്നാലും ദൈവമേ, നിന്റെ വലിയ സംരക്ഷണ വലയം ഞങ്ങൾക്കായിരിക്കണമേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ, ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.